Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച സാഹചര്യത്തിൽ പയ്യന്നൂരിൽ ബഹുജന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ, SFI, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, KSKTU, CITU, കർഷക സംഘം എന്നീ വർഗ ബഹുജന സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബഹുജന മുന്നേറ്റ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച സാഹചര്യത്തിൽ പ്രക്ഷോഭങ്ങൾ വിജയത്തിലെത്തിച്ച സമരപോരാളികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ജൂലൈ 26 ലോക കണ്ടൽ ദിനം. സുനാമി തിരമാലകളിൽ നിന്നുപോലും കരയെ സംരക്ഷിക്കാൻ കഴിയുന്ന കണ്ടലുകൾ ചെയ്യുന്ന പാരിസ്ഥിതിക സേവനം എന്താണെന്നത് മനുഷ്യർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കടലാക്രമണത്തിൽ നിന്ന് കരയെ രക്ഷിക്കാൻ പ്രകൃതി നിർമ്മിച്ച ഈ ജൈവമതിലുകൾ ഇന്ന് വൻതോതിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതും അത്രമേൽ ഗൗരവമേറിയ വിഷയമാണ്. കാണാം കണ്ടൽ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പിലാത്തറ ബ്യൂറോ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. ജൂലൈ 26 ലോക കണ്ടൽ ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിൽ അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കണ്ടൽക്കാടുകൾ. ഈ ഒരു കണ്ടൽ ദിനത്തിൽ പ്രകൃതിയുടെ കാവൽക്കാരായ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് എത്രത്തോളം ഗൗരവമേറിയതാണെന്ന് നിങ്ങൾ കൂടി അറിയണം. ഇക്വഡോറിലെ മ്യൂസിൻ എന്ന പ്രദേശത്ത് തകർക്കപ്പെട്ട കണ്ടൽക്കാടുകൾ പുനഃസ്ഥാപിക്കാൻ പൊരുതിയൊരു മനുഷ്യനുണ്ടായിരുന്നു, ഹെയ്ഹന ഡാനിയൽ നാനോട്ടോ. 1998 ജൂലൈ 26 നടന്ന ശക്തമായ പ്രതിഷേധത്തിനിടയിൽ ഹൃദയാഘാതം മൂലം അദ്ദേഹം വിടവാങ്ങിയെങ്കിലും ആ പോരാട്ടത്തിന്റെ ഓർമ്മയിലാണ് ലോകം ജൂലൈ 26 ലോക കണ്ടൽ ദിനമായി ആചരിക്കുന്നത്. പ്രകൃതിക്കായി ജീവൻ അർപ്പിച്ച ഒരു ആക്ടിവിസ്റ്റിന്റെ ഓർമ്മ പുതുക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ അവസ്ഥ ഒട്ടും ആശ്വാസകരമല്ല. ഒരു കാലത്ത്, അതായത് 50 വർഷം മുൻപ് വരെ കേരള തീരത്ത് 700 ചതുരശ്ര കിലോമീറ്ററോളം വ്യാപിച്ചു കിടന്ന പച്ചപ്പരപ്പുകളായിരുന്നു കണ്ടൽക്കാടുകൾ. എന്നാൽ ഇന്നിത് കേവലം 17 ചതുരശ്ര കിലോമീറ്ററിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഇവയെ പാഴ്നിലങ്ങളെന്ന് മുദ്രകുത്തി വെട്ടിത്തെളിച്ചപ്പോൾ നമ്മൾ ഇല്ലാതാക്കിയത് നാടിന്റെ സ്വാഭാവിക പ്രതിരോധ വ്യവസ്ഥയെ തന്നെയായിരുന്നു.
കണ്ടൽക്കാടുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും യഥാർത്ഥ പാരിസ്ഥിതിക മൂല്യം തിരിച്ചറിയാൻ നാമേറെ വൈകിപ്പോയി. എന്നാൽ ഈ നാശത്തിനിടയിലും പ്രതീക്ഷയുടെ ഒരു പച്ചത്തുരുത്ത് ഇന്നും ബാക്കിയുണ്ട്. കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം എന്ന പ്രദേശത്ത് കേരളത്തിലെ ആകെ കണ്ടൽ വിസ്തൃതിയുടെ 8% നിലകൊള്ളുന്നത് ഇവിടെയാണ്. കണ്ടൽക്കാടുകൾ നികത്താനുള്ള നീക്കങ്ങൾക്കെതിരെ നാട്ടുകാർ സംഘടിച്ച് പ്രതിരോധം തീർത്തതും സന്ധിയില്ലാത്ത നിയമപോരാട്ടത്തിലൂടെ ഹൈക്കോടതിയിൽ നിന്ന് ചരിത്രപരമായ വിധി നേടിയെടുത്തതും ഈ മണ്ണിൽ നിന്നാണ്. അത്രമാത്രമല്ല, പരിസ്ഥിതി സംഘടനകളും പ്രവർത്തകരും ചേർന്ന് 43 ഏക്കറോളം കണ്ടൽക്കാടുകൾ വില കൊടുത്തു വാങ്ങി സംരക്ഷിക്കുന്ന അപൂർവമായ കാഴ്ചയ്ക്കും കുഞ്ഞിമംഗലം സാക്ഷിയാകുന്നു. ഇവിടെയാണ് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതി സംഘടനകളും ചേർന്നിട്ട് കണ്ടൽക്കാടുകൾ വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കുന്ന പ്രദേശം. 1998 തുടങ്ങിയ ഈ പ്രക്രിയ ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ ഏകദേശം 43 ഏക്കറോളം കണ്ടൽക്കാടുകൾ വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പ്രസക്തമായ പ്രശ്നം ഇവിടെയുള്ള കേരളത്തിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ കണ്ടൽക്കാടുള്ളൂ. കേവലം 17 ചതുരശ്ര കിലോമീറ്റർ മാത്രം. അതിൻ്റെ ചെറിയൊരു അംശം മാത്രമേ സംരക്ഷിക്കപ്പെടുന്നുള്ളൂ. ബാക്കി 80% പ്രദേശവും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. അത് ഏത് സമയത്തും വെട്ടിമാറ്റപ്പെടാം. അപ്പോൾ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിലവിലുള്ളതിനെ സംരക്ഷിക്കുക എന്നാണ്. അപ്പോൾ നിലവിലുള്ള സംരക്ഷിക്കേണ്ട വഴി എന്താണ്? ഈ ഇത് പലരെയും കർഷകരുടെ കയ്യിലുള്ളത്. അവർക്ക് മതിയായ കോമ്പൻസേഷൻ കൊടുത്തിട്ട് വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് സർക്കാർ സന്നദ്ധരാവണം എന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. കരയിലെ സാധാരണ വനങ്ങളെക്കാൾ 5 ഇരട്ടി കാർബൺ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് മണ്ണിൽ സംഭരിക്കാൻ ഈ തീരവനങ്ങൾക്ക് കഴിയും. ഇവ നശിപ്പിക്കപ്പെടുമ്പോൾ സംഭരിക്കപ്പെട്ട കാർബൺ തിരികെ പുറന്തള്ളപ്പെടുകയും ദുരന്തങ്ങളുടെ ആഘാതം കൂട്ടുകയും ചെയ്യും. ഭൂമിയുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനും വരും തലമുറയ്ക്കുമായി ബാക്കിയുള്ള ഈ കൊച്ചു പച്ചത്തുരുത്തുകളെ സംരക്ഷിച്ചേ മതിയാകൂ. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു കാലത്ത് കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക വ്യൂഹം നൽകുന്ന മൂല്യങ്ങളും ഏറെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം കേരള അഡ്വഞ്ചർ സ്പോർട്സ് പ്രൊമോട്ടിംഗ് അക്കാദമിയുമായി സഹകരിച്ച് ജൂലൈ 25 ലോക മുങ്ങിമരണ പ്രതിരോധ ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ചിറയിൽ ജലശയനം 2026 സംഘടിപ്പിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം കേരള അഡ്വഞ്ചർ സ്പോർട്സ് പ്രൊമോട്ടിംഗ് അക്കാദമിയുമായി ചേർന്ന് ജൂലൈ 25 ലോക മുങ്ങിമരണ പ്രതിരോധ ദിനത്തിന്റെ ഭാഗമായി ജലശയനം 2026 സംഘടിപ്പിച്ചു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ചിറയിൽ നടന്ന പരിപാടി MLA വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇനിയിപ്പോ ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് അത്രത്തോളം പ്രയാസമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വെള്ളത്തിൽ ഉള്ള മരണം അതൊരു മനസ്ഥൈര്യം ഉണ്ടായാൽ കുറെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന ഒരു ധാരണയാണ് എനിക്കുള്ളത്. ഒന്ന്, ഇല്ലാത്ത ആരോഗ്യവും ശക്തിയും ഉണ്ട് എന്ന് മനസ്സിനെ പഠിപ്പിച്ച് നീന്താൻ തുടങ്ങിയാൽ. നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ്, കൗൺസിലർ C ചന്ദ്രൻ മാസ്റ്റർ, പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KP സുനിൽകുമാർ, പ്രദീപ് കുമാർ K, സണ്ണി K തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ഷറഫുദ്ദീൻ ജലസുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കൊണ്ടുവരുന്ന രീതിയായിരുന്നു. കൃത്യമായി ശ്വാസം കഴിക്കാൻ പറ്റും. അയാൾ കൃത്യമായി അനുസരണയോടെ നമ്മുടെ കീഴിൽ വരും. അപ്പോൾ രണ്ടാമത്തെ രക്ഷാപ്രവർത്തി രീതിയാണ് സർവൈവൽ ഫ്ലോട്ടിംഗ് എന്ന് പറയാം. ആ ഫ്ലോട്ടിങ്ങിന്റെ പല ടെക്നിക്കുകളുണ്ട്. അതിൽ സർവൈവൽ ഫ്ലോട്ടിംഗ് ആണ്. അയാൾ മസിൽ കയറി അയാൾ കൊണ്ട് മാത്രം രക്ഷാപ്രവർത്തനം നടന്ന രീതി. പുഷിംഗ്, റെസ്ക്യൂ, സ്ട്രോക്ക്. ഈ അപകടപ്പെട്ട തെയ്യക്കാലത്തിനപ്പുറം വിശ്രമമില്ലാതെ അണിയലപ്പുര. പെയ്തൊഴിയുന്ന കർക്കിടകത്തിലും വരാനിരിക്കുന്ന തെയ്യക്കാലത്തിന് വീണ്ടും പൂർണ്ണതയേകാൻ അണിയലങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കുറ്റൂരിലെ അശോകൻ പെരുവണ്ണാനും സംഘവും.
അടുത്തൊരു തുലാമ്പത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഉത്തര മലബാറുകാർ. വടക്കൻ്റെ കാവുകളിൽ കാൽ ചിലമ്പൊലിയുടെ ശബ്ദം കേൾക്കാൻ. അതെ, നീണ്ടൊരു 6 മാസത്തിന് ശേഷം അടുത്ത തെയ്യക്കാലത്തിനായുള്ള അണിയലമൊരുക്കുന്ന തിരക്കിലാണ് തെയ്യം കലാകാരന്മാർ. പെയ്തൊഴിയുന്ന കാലവർഷത്തിലും ഇവിടെ ചിലമ്പൊലികൾ അടങ്ങുന്നില്ല. തിരുമുറ്റങ്ങളിൽ ഭക്തന്റെ കരം പിടിച്ചനുഗ്രഹിച്ച ദൈവങ്ങൾ ഒരിടവേളയെന്നോണം ദീപസാന്നിധ്യമായി മാറിയെങ്കിലും പ്രതീക്ഷയുടെ മറ്റൊരു തെയ്യക്കാലത്തിനുള്ള വെച്ചുകെട്ടലുകൾക്ക് അണിയറയിൽ തുടക്കമായി കഴിഞ്ഞു. തെയ്യക്കാവുകളിൽ വിസ്മയം തീർത്ത പ്രശസ്ത കലാകാരൻ പരേതനായ കണ്ണൻ കുറ്റൂരാന്റെ പാരമ്പര്യ മഹിമ പേറി മകൻ അശോകൻ പെരുവണ്ണാനും സംഘവും കുറ്റൂരിലെ ഈ അണിയലപ്പുരയിൽ സജീവമാണ്. മഴ ചാറിപ്പെയ്യുന്ന 4 മാസം ഇവർക്ക് വിശ്രമത്തിന്റെ കാലമല്ല, മറിച്ച് കരവിരുതിന്റെയും ഭക്തിയുടെയും കഠിനാധ്വാനത്തിന്റെയും നാളുകളാണ്. കൃത്യമായ അളവാണ്. ഇതിൻ്റെ അളവിൽ ഒരു കൂട്ടാനോ കുറക്കാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ പണ്ട് നമ്മൾ പൂർവ്വന്മാർ തന്ന ആ ഒരു അളവുണ്ട്, കാര്യങ്ങളുണ്ട്. പ്രകാരം മാത്രമേ നമുക്ക് ചെയ്തുവിടും എല്ലാ കാര്യം. അതുപോലെ തന്നെ ഒരു മുരിക്ക് എടുക്കുമ്പം തന്നെ അത് നോക്കണം, ആൺമുരിക്കാന്നോ പെൺമുരിക്കാന്നോ. അങ്ങനെ ആണും പെണ്ണും ഉണ്ട് ഈ മരത്തിന്. അപ്പോൾ പെൺമുരിക്ക് എടുക്കൽ കുറവാണ്, ആൺമുരിക്ക എടുക്കൽ. ആൺമുരിക്ക് നമ്മൾ ഈ കറുത്ത പക്ഷം എന്ന് വെച്ചാൽ കറുത്ത പക്ഷം വരുമ്പം മുറിച്ചിട്ടിട്ടാകുമ്പോൾ അത് ഈർന്ന് കൊണ്ടുവന്ന് നമ്മൾ ചെത്തിയാക്കി ഇതുപോലെ പണിയിട്ടിട്ടാകുമ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ഈ തകിട്, ഇത് തകിട് എന്നതിന് പറയും, ഇതിൻ്റെ മേലെ ഒട്ടിച്ച സാധനം തകിട് അബ്രം ഇതെല്ലാം ഇതിൻ്റെ മേലെ പതിക്കണം. അതിന് ചക്ക വളഞ്ഞേറും നമ്മളെ മെഴുക്, പൊന്മെഴുകില്ല, തേൻമെഴുക്, ആ തേൻമെഴുകിൻ്റെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഇതെല്ലാം ഒട്ടിക്കുന്ന ആ രീതിയാണ്. തകിടുന്നതിനെ പറയാം ഒട്ടിക്കുന്നതിൻ്റെ ഡാൻസിൻ്റെ പേര്. അപ്പോൾ അതിങ്ങനെ ഇപ്രാവശ്യം നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ അടുത്ത കൊല്ലാകുമ്പോൾ ഇതെല്ലാം മങ്ങിപ്പോവും. ചൂട് കൊണ്ടും വെയിൽ കൊണ്ടും ഇങ്ങനെ തീ കളിക്കുന്ന തീയെല്ലാം ആകുമ്പോൾ എല്ലാം ഇതിൻ്റെ സാധനം എല്ലാം മങ്ങിപ്പോവും. അപ്പോൾ പുത്തനായിട്ട് എല്ലാ സാധനം എല്ലാ വർഷവും നമ്മൾ അങ്ങനെ ഉണ്ടാക്കണം. മഴക്കാലത്ത് തന്നെയാണ് പണി. മുച്ചിലോട്ട് ഭഗവതിയുടെ ചൈതന്യം തുളുമ്പുന്ന തിരുമുടികളും കണ്ണങ്ങാട്ട് ഭഗവതിയുടെയും മുത്തപ്പൻ തിരുവപ്പനകളുടേതുൾപ്പെടെ തെയ്യങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന അണിയലങ്ങൾക്ക് ഇവരുടെ വിരൽത്തുമ്പുകളിൽ ജീവൻ വയ്ക്കുന്നു. അശോകൻ പെരുവണ്ണാന് കരുത്തായി സുധൻ പെരുവണ്ണാനും പവിത്രൻ അരവഞ്ചാലും രതീഷ് പെരുവണ്ണാനും കൈകോർക്കുമ്പോൾ പിറവിയെടുക്കുന്നത് വടക്കിന്റെ സമാനതകളില്ലാത്ത നിർമ്മാണ മഹിമകളാണ്. നാടെങ്ങുമുള്ള പെരുങ്കളിയാട്ട പറമ്പുകളിൽ നിന്നും കാവുകളിൽ നിന്നും ഈ കരവിരുത് തേടി കുറ്റൂരിലേക്ക് എത്തുന്ന ആളുകൾക്കായി അണിയലപ്പുരയിൽ രാത്രിയും പകലുമില്ലാതെ നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ മണ്ണിൽ പെയ്തു തോരുന്ന ഓരോ മഴത്തുള്ളിയും വരാനിരിക്കുന്ന തെയ്യക്കാലത്തിന്റെ വരവറിയിക്കുകയാണ്. ഈ മഴക്കാലം കഴിയുമ്പോൾ കുറ്റൂരിൽ നിന്നും ഒരുങ്ങിയ തിരുമുടികൾ അണിഞ്ഞ് അനുഗ്രഹ വർഷമായി ദൈവങ്ങൾ വീണ്ടും നമ്മുടെ കാവുകളിൽ ആടിയുണരും, മലബാറിന്റെ പെരുമ വിളിച്ചോതിക്കൊണ്ട്. മനുഷ്യനും ദൈവവും ഒന്നാകുന്ന ആ ഒരു അപൂർവ കാഴ്ച കാണാൻ ഓരോ മനുഷ്യരും കാത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഉത്തര മലബാർകാർ. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിരുദ്ധ നിലപാടുകൾക്കെതിരെ BJP മാടായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ദേശവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് പാർട്ടി രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് ആരോപിച്ച് BJP മാടായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. ഈ രാജ്യത്തെ ചെറുതും വലുതുമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധിക്കില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ്. അവർ നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന ദേശീയ ജനാധിപത്യ സഖ്യം നയിക്കുന്ന ഒരു സർക്കാർ ഈ രാജ്യത്തിന്റെ അന്തഃപുരം ഇന്ദ്രപ്രസ്ഥം ഭരിക്കുകയാണ്. അപ്പോ കൂടുതൽ വളച്ചുകെട്ടുകളില്ലാതെ ഞാൻ നിങ്ങളോട് പറയാം, നീറ്റ് പരീക്ഷയുടെ പേരിലുള്ള അഴിമതികളും മറ്റും
ചോദ്യപേപ്പർ ചോർച്ചകളും പറഞ്ഞുകൊണ്ടാണ്. പ്രതിഷേധ യോഗത്തിൽ BJP നേതാക്കളായ AV സനിൽകുമാർ, C നാരായണൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് സുജിത്ത് വടക്കൻ, KT മുരളി, ബൈജു ചെറിയിൽ, MKV രാജീവൻ, ശശീന്ദ്രൻ ചെങ്ങൽ, വിജേഷ് വെങ്ങര തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് മുറികൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദീപ ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇതോടെ സ്കൂളിലെ UP വിഭാഗത്തിലെ മുഴുവൻ ക്ലാസ് മുറികളും ഹൈടെക് സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറി. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മിച്ച പുതിയ സ്മാർട്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നടന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദീപ ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അപ്പോൾ ആ IT-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് നമ്മൾ ഇന്നിവിടെ അറേഞ്ച് ചെയ്തത്. അതായത് കരിവള്ളൂർ പഞ്ചായത്തിൽ ഏറ്റവും നല്ലൊരു മികവുറ്റ വിദ്യാലയം, അതായത് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവുറ്റ ഒരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം. പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ LSS, USS, അപ്പോൾ എല്ലാ മേഖലകളിലും കഴിവുകൾ തെളിയിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ ഈ വർഷവും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇതോടെ സ്കൂളിലെ UP വിഭാഗത്തിലെ മുഴുവൻ ക്ലാസ് മുറികളും ഹൈടെക് സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ അധ്യക്ഷത വഹിച്ചു. AIO M ബഷീർ, പയ്യന്നൂർ BRC പ്രതിനിധി MV വിനോദ് കുമാർ, VV പ്രദീപൻ, K അശോകൻ, പഞ്ചായത്ത് സെക്രട്ടറി സന്ദീപ് മോഹൻ, പ്രധാനാധ്യാപകൻ രവി മാസ്റ്റർ, PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ജൂലൈ 25 ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് വെള്ളൂർ കണ്ണൻകുളത്തിൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ T ദാക്ഷായണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 25 ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷൻ, 47th പയ്യന്നൂർ റോവർ ക്രൂ, വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ നേതൃത്വത്തിൽ മുങ്ങിമരണങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്ന വിഷയത്തിൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. വെള്ളൂർ കണ്ണൻകുളത്തിൽ വെച്ച് നടന്ന പരിപാടി വാർഡ് കൗൺസിലർ T ദാക്ഷായണി ഉദ്ഘാടനം ചെയ്തു. മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ പയ്യന്നൂർ ഭാഗത്ത് നമ്മുടെ വെള്ളൂർ സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട്. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ K ജയചന്ദ്രൻ അധ്യക്ഷനായി. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി PC ജയസൂര്യൻ, PTA പ്രസിഡന്റ് N രാജേഷ്, SMC ചെയർമാൻ സിനാജുദ്ദീൻ ML, ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് CP സന്ധ്യ, മദർ PTA പ്രസിഡന്റ് PC ദീപ്തിമോൾ, PC ജയസൂര്യൻ, NV രാജേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. റോവർ ജില്ലാ കമ്മീഷണർ KV ജയറാം, റോവേഴ്സ് സ്വിമ്മിംഗ് അക്കാദമി ഡയറക്ടർ KV അശോകൻ, റോവർ ലീഡറും നഗരസഭാ കൗൺസിലറുമായ C ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി. റോവേഴ്സ് ഗൈഡ് സംഘങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. നീന്തലറിയാത്തവർക്കും ജലാപകടങ്ങളിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിച്ചു. തുടർന്ന് CPR ക്ലാസും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പയ്യന്നൂരിൽ പൗരാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. പയ്യന്നൂർ പെരുമ്പയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തോടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക. പരീക്ഷാ ക്രമക്കേടുകൾ വ്യാപകമായി നടക്കുന്ന അവസ്ഥയുണ്ടായി. വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപൂർവ സസ്യജന്തു വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറ ഇന്ന് ഗുരുതരമായ മാലിന്യ പ്രശ്നം നേരിടുകയാണ്. മാടായിപ്പാറയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മാതൃകയാവുകയാണ് ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. നിയന്ത്രണമില്ലാതെ വലിച്ചെറിയുന്ന മാലിന്യങ്ങളും പ്രത്യേകിച്ച് പൊട്ടിച്ചിട്ടിരിക്കുന്ന മദ്യക്കുപ്പികളും മാടായിപ്പാറയുടെ ജൈവവൈവിധ്യത്തിനും സന്ദർശകരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാവുകയാണ്.
ഇത്തരത്തിലുള്ള മാടായിപ്പാറയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മാതൃകയാവുകയാണ് ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ മാടായിപ്പാറയിൽ എത്തിയത്. എന്നാൽ പാറ നിറയെ മദ്യക്കുപ്പികൾ പൊട്ടിച്ചിട്ട കാഴ്ചയാണ് വിദ്യാർത്ഥികൾ കണ്ടത്. ഇതേ തുടർന്നാണ് ശുചീകരണ ദൗത്യം ഇവർ ഏറ്റെടുത്തത്. വടുകുന്ത ശിവക്ഷേത്രത്തിന് സമീപം നടന്ന ശുചീകരണത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പിച്ചിലുകളും ഉൾപ്പെടെ വലിയ തോതിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ശേഖരിച്ച മാലിന്യങ്ങൾ പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറും. മാടായിപ്പാറയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രകൃതിയെ സംരക്ഷിക്കാൻ സന്ദർശകരും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും വിദ്യാർത്ഥികളും അധ്യാപകരും ആവശ്യപ്പെട്ടു. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ തന്നെ വളരെയധികം പ്ലാസ്റ്റിക്, കുപ്പി, അതുപോലെ തന്നെ കടലാസ്, പേപ്പർ വേസ്റ്റ് എല്ലാം ഒരുപാട് കാണുന്നുണ്ട്. കുട്ടികൾ കുറേ ഇപ്പം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഒരുപാട് ശേഖരിക്കാൻ പറ്റി. ഒരു അരമണിക്കൂർ കഴിയുന്നത്ര ശേഖരിച്ചിട്ട് പോകണമെന്നാണ് കരുതുന്നത്. നമ്മൾ NSSന്റെ പ്രോഗ്രാം ഓഫീസർ അരുണ ടീച്ചറാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മാടായിപ്പാറയെ നമുക്ക് വേണ്ടി മാത്രമല്ല വരും തലമുറയ്ക്ക് വേണ്ടിയും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പ്രവൃത്തിയിലൂടെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച NSS വിദ്യാർത്ഥികളുടെ ഈ മാതൃകാപരമായ ഇടപെടൽ ഏവർക്കും പ്രചോദനമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയകാല ഓർമ്മകളിൽ ഇപ്പോഴും വിടർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു ചിത്രമുണ്ട്. വൈകുന്നേരത്തെ വെയിലിന് മങ്ങലേൽക്കുമ്പോൾ വീട്ടുതൊടിയിൽ വിരിയുന്ന 4 മണിപ്പൂക്കളുടെ ചിത്രം. കവികൾക്കും കലാകാരന്മാർക്കും ഒരുപോലെ പ്രചോദനമായിരുന്ന ഈ സുന്ദരിപ്പൂവ് ഇന്ന് നമ്മുടെ പൂന്തോട്ടങ്ങളിൽ നിന്ന് പതുക്കെ മറഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്തു നിന്നെത്തിയ വില കൂടിയ അലങ്കാര ചെടികൾ പൂന്തോട്ടങ്ങൾ കൈയടക്കിയപ്പോൾ നാട്ടിൻപുറങ്ങളുടെ സ്വന്തമായിരുന്ന 4 മണിപ്പൂക്കൾ പല വീടുകളുടെയും പടിക്ക് പുറത്തായി. ഒരു കാലത്ത് ഗ്രാമീണ ബാല്യങ്ങളുടെ കളിക്കൂട്ടുകാരനായിരുന്നു ഈ ചെടി. കുരുമുളക് മണിയേക്കാൾ അല്പം വലിയ ഇതിന്റെ കറുത്ത വിത്തുകൾ പറിച്ചെടുത്ത് പൊട്ടിച്ച് അതിനുള്ളിലെ വെളുത്ത പൊടി വെള്ളത്തിൽ ചാലിച്ച് നെറ്റിയിൽ വലിയ കുറിതൊട്ട് നടന്ന കുട്ടിക്കാലം ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ അന്യമായിരിക്കാം. വൈകുന്നേരം കൃത്യം 4 മണിയോടെ വിടർന്നു തുടങ്ങുന്ന ഈ പൂക്കൾ ചുറ്റുവട്ടത്താകെ വേറിട്ടൊരു സൗന്ദര്യം പടർത്തിയിരുന്നു. 4 മണിച്ചെടി ഒരുക്കുന്ന വർണ്ണക്കാഴ്ച ഏതൊരാളുടെയും മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു. വലിയ പരിചരണങ്ങൾ ആവശ്യമില്ലാതെ സ്വയം വളർന്നു പന്തലിച്ചിരുന്ന ഈ ചെടി പരിസ്ഥിതിയുമായി അത്രമേൽ ഇണങ്ങിപ്പോന്ന ഒന്നാണ്. കാലം മാറി, പൂന്തോട്ടങ്ങളുടെ ഭംഗിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും മാറി. എന്നാൽ പ്രകൃതിയോടിണങ്ങി ജീവിച്ച ഒരു തലമുറയുടെ മനോഹരമായ ഓർമ്മപ്പെടുത്തലായി ചില വീട്ടുതൊടികളിലും വഴിയിടങ്ങളിലും ഈ സുന്ദരിപ്പൂവ് ഇപ്പോഴും ആരും ശ്രദ്ധിക്കാതെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ ഗൃഹാതുരത്വത്തിലേക്ക് നാടൻ വസന്തം പെയ്യിക്കാൻ വീണ്ടും ഈ 4 മണിപ്പൂക്കളെ നമുക്ക് പൂന്തോട്ടങ്ങളിലേക്ക് തിരികെ വിളിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10ന്റെ സഹകരണത്തോടെ 1ാം വാർഡായ പുറച്ചേരിയിൽ ശുചിത്വ പരിശോധന നടത്തി. പരിപാടിക്ക് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ നേതൃത്വം നൽകി. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10ന്റെ സഹകരണത്തോടെ 1ാം വാർഡ് പുറച്ചേരിയിൽ ശുചിത്വ പരിശോധന നടത്തി. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ശുചിത്വ പാലനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിക്ക് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ നേതൃത്വം നൽകി. ആദ്യഘട്ടത്തിൽ പ്രചരണം എന്ന നിലയിൽ നവമാധ്യമങ്ങളിലൂടെയും ക്ലോറിനേഷൻ പ്രവൃത്തി നടത്തുന്ന ആശാ വർക്കർമാർ ഉൾപ്പെടെ അടക്കം നോട്ടീസ് കൊടുത്തുകൊണ്ട് ഓരോ വീടുകളിലും ഇതിന്റെ വിവരം കൊടുക്കുകയും പിന്നീട് അതിനുശേഷം ഒരു പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ആരോഗ്യ പ്രവർത്തകരടക്കം ചേർന്നൊരു സംഘം മുന്നോട്ട് വരികയാണ്. അതിന്റെ ഭാഗമായി ഈ 485 വീടുകൾ ഒരു പരിമിതിയോടുകൂടി അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പയ്യന്നൂർ കോളേജിലെ NSS വണ്ടിയർമാരുടെ സഹായമടക്കം നമ്മൾ ഇതിന്റെ ഇടയിൽ അഭ്യർത്ഥിക്കുകയും അവർ അതിന് സന്നദ്ധമായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പരിശോധനയുടെ ഭാഗമായി വാർഡിലെ മുഴുവൻ വീടുകളും സന്ദർശിക്കുകയും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച 10 വീടുകളെ ശുചിത്വ ഭവനങ്ങളായി പ്രഖ്യാപിക്കുകയും ചെയ്യും. ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിലും തുടർ പ്രവർത്തനമായി നടത്താൻ ഉദ്ദേശിക്കുന്ന മാതൃകാപരമായ പദ്ധതിയാണിത്. ഈ ഒരു ഉദ്യമത്തിലൂടെ കൂടി നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഓരോ വീടുകളിലും ഒരു ആരോഗ്യ പ്രവർത്തകനും ഒരു പഞ്ചായത്തിൻ്റെ ഒരു പ്രതിനിധിയും സന്ദർശിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതേസമയം തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട സാനിറ്റേഷനുമായി സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് വിശദമാക്കുകയും അങ്ങനെ ചെയ്യുന്ന മാതൃകാപരമായിട്ട് ചെയ്യുന്ന
ഭവനങ്ങളിലെയും അല്ലെങ്കിൽ വ്യക്തികൾക്കും നമ്മളൊരു പ്രോത്സാഹനം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീല ആർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണൻ PV, പയ്യന്നൂർ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ മനോജ്, ആരോഗ്യ പ്രവർത്തകരായ ബിനി ബി നായർ, ദിൽന, ബിന്ദു സ്റ്റീഫൻ, കോമളവല്ലി, രജിത, പത്മനാഭൻ AV, NSS സ്റ്റുഡന്റ് കോർഡിനേറ്റർ പ്രജുൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വ്യാപാരി വ്യവസായി സമിതി പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ജൂലൈ 26 ഞായറാഴ്ച കണ്ണപുരത്ത് നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ചെറുകുന്നിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര കണ്ണപുരത്ത് സമാപിച്ചു. വ്യാപാരി വ്യവസായി സമിതി പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ജൂലൈ 26 ഞായറാഴ്ച കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ P. ശ്രീകണ്ഠൻ നഗറിൽ നടക്കും. പ്രചരണാർത്ഥം ചെറുകുന്ന് കതിരുവെക്കുംതറയിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച വിളംബര ഘോഷയാത്ര കണ്ണപുരം ചേനാക്കളെ റോഡിന് സമീപം സമാപിച്ചു. സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം MA ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്യും. വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ M. വിജിൻ MLA അനുമോദിക്കും. വിളംബര ജാഥയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ഏരിയ പ്രസിഡന്റ് KP സദാനന്ദൻ, ഏരിയ സെക്രട്ടറി PP ബൈജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി E. സജീവൻ, സംഘാടക സമിതി ചെയർമാൻ TV ലക്ഷ്മണൻ, കൺവീനർ K. സജീവൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. റോട്ടറി ക്ലബ്ബ് ഓഫ് കുഞ്ഞിമംഗലത്തിന്റെ പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 27 വൈകുന്നേരം 7:30 ഗോൾഡൻ ഗ്രെയിൻസ് ഹോട്ടലിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കുഞ്ഞിമംഗലത്തിന്റെ പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 27 വൈകുന്നേരം 7:30 ഗോൾഡൻ ഗ്രെയിൻസ് ഹോട്ടലിൽ നടക്കും. പുതിയ പ്രസിഡന്റായി KV രാജേഷ്, സെക്രട്ടറിയായി KP ജിതിൻ എന്നിവരാണ് ചുമതലയേൽക്കുന്നത്. സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യാതിഥിയായി ദീപകുമാർ കൊറോത്ത് പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ P. അശോകൻ, KV പ്രശാന്ത് കൃഷ്ണൻ, KP ജിതിൻ, KV രാജേഷ്, EV ഗിരീശൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മാടായി BRC MD ലൈബ്രറിയുടെയും മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മ്യൂസിക് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ S. ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. മാടായി ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സംഗീത പ്രേമികൾ S. ജാനകി പാടിയ ഗാനങ്ങൾ ആലപിച്ചു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക അനിത PM പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗിരിജ T, മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് M. ഹൈമ, മാടായി BPC K. രഞ്ജിത്ത്, PK വിശ്വനാഥൻ, P. സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗാനാലാപനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് നോൺ ടീച്ചിംഗ് സ്റ്റാഫ് ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ചടങ്ങിൽ പുതിയ അംഗങ്ങൾക്ക് വരവേൽപ്പ് നൽകി. പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് നോൺ ടീച്ചിംഗ് സ്റ്റാഫ് ഫോറം വാർഷിക ജനറൽ പയ്യന്നൂരിൽ നടന്നു. പ്രസിഡന്റ് N. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. TV ഗണേശൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. K. രമേശൻ വാർഷിക റിപ്പോർട്ടും വൈക്കത്ത് നാരായണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് പുതിയ അംഗങ്ങൾക്ക് വരവേൽപ്പ് നൽകി. PV ഭരതൻ, MP മധുസൂദനൻ, T. കൃഷ്ണൻ, K. ശശിധരൻ, KV തോമസ്, V. നാരായണൻ, C. രാജൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലൂ സ്റ്റാർ ക്ലബ്ബ് ഗോൾഡൻ ജൂബിലി 2026 ഭാഗമായി ഓപ്പൺ ടു ഓൾ സ്പോർട്സ് ക്വിസ് സംഘടിപ്പിക്കുന്നു. ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9895288571 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.